ഞാൻ ദൈവത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ്. അതിന് കാരണം മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും ഗംഭീരമായ ഒരു കൽപ്പനയാണ് ദൈവം എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ദൈവം ഉണ്ടായിട്ടല്ല. നമ്മുടെ സർഗ്ഗാത്മകരായ എഴുത്തുകാർ, സംഗീതജ്ഞർ, കലാകാരന്മാർ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു സങ്കല്പമാണ് ദൈവം. ചെകുത്താനും അതെ. ചെകുത്താനും നമ്മൾ സൃഷ്ടിച്ച അതിഗംഭീരമായ ഒരു ആശയമാണ്. ഒരുപാട് സംഗീതജ്ഞർ ദൈവാനുഭൂതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ എഫക്റ്റുള്ള സംഗീതം സൃഷ്ടിച്ചു ലോകത്ത്. ഒരുപാട് ശില്പികൾ ദൈവങ്ങളുടെ രൂപങ്ങൾ കുത്തിവയ്ക്കാൻ ശ്രമിച്ചു. ആരാധനാലയങ്ങൾ അതിഗംഭീരമായിട്ട് ഉണ്ടാക്കി. ഒരുപാട് എഴുത്തുകാർ ദൈവങ്ങളുടെ മനുഷ്യാവതാരങ്ങളെയൊക്കെ പറ്റിയും ദൈവത്തെ പറ്റി തന്നെയും സങ്കല്പിച്ച് ഒരുപാട് വാക്കുകൾ കൊണ്ട് അതിനെ വർണ്ണിക്കാൻ ശ്രമിച്ചു. അങ്ങനെ മനുഷ്യൻ എന്ന് പറഞ്ഞ ജന്തു മാത്രം. പശുവിനും ഇതിന് പങ്കില്ല. പൂച്ചയും പറ്റിയൊന്നും അങ്ങനെ ദൈവത്തെ പറ്റി ഓർത്ത് സമയം കളയാറില്ല. സയൻസിനെ പറ്റിയും അവർ ഓർക്കാറില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞ ജന്തു സങ്കല്പിച്ചെടുത്ത അതിഗംഭീരമായ ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ദൈവത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. ദൈവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അയാൾ ഇത് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു ജന്തു ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ വയനാട്ടിലൊന്നും ഈ അപകടം ഉണ്ടാവില്ല. ദൈവം ഉണ്ട് വിശ്വസിക്കാവുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ പാവങ്ങളെ പിടിച്ച മണ്ണിന്റെ അടിയിൽ ഇട്ടുന്ന ഒരു പരിപാടിയൊന്നും ഒരു ദൈവവും കാണിക്കില്ല. സയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അജ്ഞേയമായിട്ടുള്ള സംഗതികളിലേക്ക് നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ടൂൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ സയൻസിനെ ബഹുമാനിക്കുന്നു. അതിഭക്തിയോടെ തന്നെ ബഹുമാനിക്കും. ആ അർത്ഥത്തിൽ എനിക്ക് ദൈവത്തെക്കാൾ ഭക്തി സയൻസിനോടാണ്. എനിക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഗണപതിയേക്കാൾ വലിയ ദൈവം. ഗണപതി മിത്താണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ തർക്കം നടന്നു. പക്ഷെ ഐൻസ്റ്റീൻ മിത്താവരുത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐൻസ്റ്റീൻ അങ്ങനെ ഉണ്ടാവണം, ന്യൂട്ടൺ ഉണ്ടാവണം, ഉണ്ടായേ തീരൂ എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമുണ്ട്.